ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൽ നാം ദൈവത്തെ മറന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാൻ പരിശ്രമിക്കുമ്പോൾ നാം മറന്നുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ഒരു ശാശ്വത പരിഹാരം നൽകുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിന് മാത്രമാണ് എന്ന സത്യം. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തുന്നു. യേശുനാഥൻ പറയുന്നു, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളതെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ദൈവരാജ്യം എന്നതുകൊണ്ട് യേശുനാഥൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലമല്ല, മറിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ജീവിത ക്രമത്തെയാണ്. ഈ ജീവിതക്രമം എന്തെന്ന് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ യേശുനാഥൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയശുദ്ധി ഉണ്ടായിരിക്കുക, മറ്റുള്ളവരെ വിധിക്കരുത്, ഭൂമിയുടെ ഉപ്പാകുക, വ്യഭിചാരം ചെയ്യരുത് എന്നിങ്ങനെ ഒരു വ്യക്തിയെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ഘടകങ്ങളുമാണ് ദൈവരാജ്യമെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് റോമാക്കാർക്കെതിരെ ലേഖനം 14 അധ്യായം 17 വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, സ്നേഹവും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. വീണ്ടും 1 കൊരിന്തോസ് 6:9 പൗലോസ്ലീഹ പറയുന്നു, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം സ്വന്തമാക്കുകയില്ല. ആയതിനാൽ പ്രിയ സഹോദരരെ, ദൈവരാജ്യം എന്നത് ഒരു ജീവിതക്രമമാണ് എന്ന ബോധ്യത്തോടുകൂടെ ആ ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ക്രിസ്തുവിന് നാം 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ക്രിസ്തുവിനെ അനുവദിച്ചുകൊണ്ട് ആ ദൈവരാജ്യക്രമം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. നാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ തേടുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ക്രിസ്തു പരിഹാരം നൽകുമെന്നതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34:4 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ കർത്താവിനെ വിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി, എന്നെ എല്ലാ ഭയത്തിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാൻ നമ്മുടെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ സാധിക്കുകയില്ല എന്ന ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുവാനും ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ദൈവരാജ്യം എന്ന ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സഭാപ്രസംഗന്റെ പുസ്തകം 12:1 നാം വായിക്കുന്നു, ഒന്നിലും നീ സന്തോഷം കണ്ടെത്തുന്നില്ല എന്ന് കരുതുന്ന ദുർദിനങ്ങൾ വരുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തിൽ നീ നിന്റെ സൃഷ്ടാവായ ദൈവത്തെ സ്മരിക്കുക. ഈ ഒരു ബോധ്യത്തോടുകൂടി ആത്മാർത്ഥമായി ദൈവരാജ്യം അന്വേഷിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.